ശിവായ. ഓം ഹര ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആ സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. മഹാശിവരാത്രിയും അതിനോടൊപ്പം തന്നെ കുംഭമേളയും നടക്കുകയുണ്ടായി. അന്നേ ദിവസങ്ങളിലൊക്കെയും എല്ലാവർക്കും വേണ്ടി നന്നായി തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. മുൻകാല നേരത്തെ പറഞ്ഞ പ്രഭാഷണത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ പലരും ചോദിച്ചു, ഗുരു കുംഭമേളയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. കുംഭമേളയെക്കുറിച്ച് ഗുരു പറയാലെന്നും അത് അത്ര സമയമെടുത്ത് പറയേണ്ട കാര്യമാണ്. എന്നാലും നിങ്ങൾക്ക് തന്നെ വാർത്തകളിൽ കൂടിയും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇന്റർനെറ്റ് അത്ര ഉപാധികളൊക്കെ ഉണ്ടല്ലോ. കുംഭമേള എന്ന് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്തും ടൈപ്പ് ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങൾ, അതായത് ഭഗവാൻ ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ ടൈപ്പ് ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് ഭഗവാൻ അത്രയേറെ അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ട് തന്നെ ചിലർക്ക് വായിക്കുവാൻ വേണ്ടി കൃപ നൽകിയിരിക്കുന്ന കാര്യങ്ങളെ വായിച്ചെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് അറിവായി തരുന്ന ജോലി മാത്രമാണ് ഗുരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന അറിവുകളുണ്ട്. നിങ്ങളൊന്ന് തിരക്കിയാൽ, നിങ്ങളൊന്ന് മെനക്കെട്ടാൽ എന്ന് പറയുന്ന പോലെ, നിങ്ങളൊന്ന് മനസ്സു കൊടുത്താൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇന്റർനെറ്റിൽ കിട്ടുന്ന കാര്യങ്ങളുണ്ട്, നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും. എന്നാൽ നിങ്ങൾ എത്ര തന്നെ ആലോചിച്ചാലും പിടികിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിവിടെ ആർക്കും കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ ബ്ലർ ചെയ്തു കൊണ്ടുവച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ അത് കണ്ടെത്തുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവിന് ഭഗവാൻ തന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെ കണ്ടെത്തി നിങ്ങളിലേക്ക് തരുമ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ അറിവിൽ സൂക്ഷിക്കണം. കേട്ട് കളയുവാനുള്ള കാര്യങ്ങളല്ല പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ അറിവിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ട്, ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞു തരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഗുരു ഇവിടെ നിന്ന് പറയുമ്പോഴും കുംഭമേളയെ കുറിച്ചൊരു കാര്യം പറയാതെ വയ്യ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഗുരുവിനെ എങ്ങനെയാണ് അറിയുവാൻ തുടങ്ങിയത്? നിങ്ങൾ ഗുരുവിനെ അറിയുവാൻ തുടങ്ങിയത്, നിങ്ങൾ സ്വയംഭൂസ്ഥാനെ അറിയുവാൻ തുടങ്ങിയത്, നിങ്ങൾ മഹാദേവ പ്രചാരക സംഘത്തെ അറിയുവാൻ തുടങ്ങിയത് ഞങ്ങളുടെ ആശ്രമം സന്ദർശിച്ചോ, അവിടെ നിങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ധനം ആവശ്യപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു ദർശനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം പറയുന്നതിനോ പണം ആവശ്യപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പൂജകൾ ചെയ്യണമെന്നോ മന്ത്രവാദം ചെയ്യണമെന്നോ തകിടെഴുത്ത് നടത്തണമെന്നോ പറഞ്ഞുകൊണ്ടോ ആണോ? അല്ല. ഗുരു ഇവിടെ നിന്ന് മഹാദേവ പ്രചാരക സംഘത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രഭാഷണങ്ങൾ കേട്ടു. അങ്ങനെ മഹാദേവനിൽ, ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ചും അങ്ങനെ ഭഗവാൻ എന്താണെന്ന് അറിഞ്ഞും അല്ലേ നിങ്ങൾ ഗുരുവിനെ അറിയുവാൻ തുടങ്ങിയത്? നിങ്ങൾ ഗുരുവിനെ അറിയുവാൻ തുടങ്ങിയെങ്കിൽ അതിന്റെ മുഖ്യ കാരണം ആരാണ്? പറയൂ. നിങ്ങൾ ഗുരുവിനെ അറിയുവാൻ തുടങ്ങിയെങ്കിൽ, നിങ്ങളിലേക്ക് ഗുരുവിനെ എത്തിച്ചുവെങ്കിൽ അതിന്റെ പ്രധാന കാരണം ആരാണ്? മറ്റാരുമല്ല, ഭഗവാനാണ്. ഭഗവാനാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ പ്രധാന കാരണമാക്കിക്കൊണ്ട് ഒരാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ആൾ ഭഗവാനെ പോലെ തന്നെ ശബ്ദരൂപമായി നിൽക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ അദൃശ്യനായി ഇരിക്കുകയും ചെയ്യണം. മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതങ്ങനെയാണ്. ശിവമഹിമകളിൽ അല്ലെങ്കിൽ ശിവപുരാണങ്ങളിൽ, ശിവന്റെ കൽപ്പനയിൽ, മഹാദേവന്റെ കൽപ്പനയിൽ, മഹാദേവന്റെ അരുളപ്പാടിൽ പറയുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കണം. അങ്ങനെ അത്തരത്തിൽ അല്ലേ ഗുരു നിങ്ങളുടെ മുന്നിലും ഇടപെട്ടിട്ടുള്ളത്, നിങ്ങളെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഗുരു ഇത് പറയുവാൻ കാര്യം, അതേപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടി ഒട്ടനവധി പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒട്ടനവധി ആൾക്കാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കാം. ഒട്ടനവധി ജ്യോത്സ്യന്മാരെ നിങ്ങൾക്കറിയാം, ഒട്ടനവധി പ്രവാചകന്മാരെ അറിയാം, ഒട്ടനവധി ആൾക്കാരെയൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇവരെ എല്ലാവരെയും അറിയുവാൻ കഴിയും. അറിയാമല്ലോ. ഇവരിൽ പലരും മഹാദേവന്റെ അടുത്ത ആൾക്കാരാണെന്ന് പറയുകയും നിങ്ങളുടെ തലയിണയുടെ അടിയിൽ കടുകുമണി വയ്ക്കണമെന്നോ, നിങ്ങൾ ഇന്ന നമ്പർ കൈവെള്ളയിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഭാഗ്യം നേടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ കാണുമ്പോഴാണ് ഗുരുവിന് സങ്കടം വരുന്നത്. ഇവിടെ നിന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾ ഭഗവാനിൽ ആശ്രയിക്കാതെ ജപിക്കാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന് പുറകിൽ കൂടി തന്നെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ പ്രഭാഷണങ്ങൾ ചെയ്തിട്ടും ഒരുപാട് പേരൊന്നും മാറുന്നില്ല. മഹാദേവ പ്രചാരക സംഘം അത്തരം വീഡിയോകൾ അതിൻ്റെ താഴെ കാണുന്ന ജനങ്ങളുടെ ഓരോ വിശ്വാസപൂർവ്വമുള്ള കമന്റുകളും ഒക്കെ കാണിച്ചു തരുമ്പോൾ ഭഗവാൻ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ ഗുരുവിനോട് ചോദിച്ചു. ഗുരു പറഞ്ഞു, കുറെ ആൾക്കാർ അങ്ങനെയാണ്. അവർ അതിലൂടെ കടന്നുപോയാൽ മാത്രമേ ചിലപ്പോൾ സത്യമായ ഭഗവാനിലേക്ക് എത്തുവാൻ പറ്റൂ. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ അഴുക്ക വെള്ളത്തിൽ കൂടി ചവിട്ടിയാൽ മാത്രമേ അങ്ങേ ദൂരെ ഒഴുകുന്ന ശുദ്ധമായ ജലപ്രവാഹമുള്ള പ്രദേശത്തേക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിയൂ. അപ്പോൾ അതുപോലെ അവർക്ക് ഭഗവാനിലൊരു വിശ്വാസമുണ്ട്, ഭഗവാനെ അറിയാം. പക്ഷെ ഈ പറയുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നടക്കുകയാണ്. പക്ഷെ അങ്ങനെ നടന്ന് അതിലൊന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ അവർ സത്യത്തിലേക്ക് തിരിയൂ. പെട്ടെന്നൊരാളും സത്യത്തിലേക്ക് തിരിയില്ല. കാരണം സത്യത്തിലേക്ക് പെട്ടെന്നൊരാൾ വന്നാൽ അയാൾക്ക് വ്യാജം എന്താണെന്ന് അറിയുവാൻ കഴിയില്ല. വ്യാജത്തെ അറിഞ്ഞുകൊണ്ടൊരാൾ സത്യത്തിലേക്ക് വന്നാൽ അയാൾ പിന്നെ സത്യം മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അയാൾക്ക് വ്യാജം തിരിച്ചറിയുവാനും കഴിയും. ശരിയല്ലേ മക്കളെ? അപ്പോൾ അത്തരത്തിൽ ഗുരു ഇവിടെ പറയുവാൻ കാര്യം, അങ്ങനെ ഇവിടെ വളരെ മഹാദേവന്റെ അടുത്ത ആൾക്കാരാണെന്ന് പറയുന്ന ഒത്തിരി പേരെ നിങ്ങൾക്കറിയാം. ഗുരു പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ മഹാദേവന്റെ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്നവർ ഗുരു ഒരു കാര്യം പറയുന്നു. ഭഗവാന്റെ നാമത്തിലുള്ള ദീക്ഷ എടുത്തിട്ടുള്ള ഒരു വ്യക്തി ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഭൂമണ്ഡലത്തിൽ അതൊരു ജാപ്പനീസുകാരനായിക്കോട്ടെ, ഒരു അറബി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു UK കാരനായിക്കോട്ടെ, അമേരിക്കക്കാരനായിക്കോട്ടെ, ഇനി 7 ഭൂഖണ്ഡത്തിൽ എവിടെയെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ദേശഭാഷകൾക്ക് അപ്പുറമുള്ള ആളായിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള ആളായിക്കോട്ടെ, ഭഗവാന്റെ ദീക്ഷ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭഗവാന് വേണ്ടി കവടി നിരത്തി അതിനെ ഗണിച്ച് ജ്യോതിഷ ഗുരുവാണ് ഭഗവാൻ. അങ്ങനെ ജ്യോതിഷം നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 12 കുംഭമേളകൾ കൂടി വരുന്ന 144ാമത്തെ മഹാകുംഭമേള എന്ന് പറയുന്നത് മനുഷ്യന് ഒരു ജന്മത്തിൽ, എല്ലാ മനുഷ്യനും അല്ല, ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാത്രം സാധ്യമായി കിട്ടുന്ന ആ ഒരു മഹാ അനുഭവത്തിൽ വന്ന് സ്നാനം ചെയ്ത് പങ്കുകൊള്ളും. നോക്കൂ, ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഭഗവാന്റെ ആളാണ്, ഞാൻ ഭഗവാന്റെ സ്വന്തം ആളാണ്, എനിക്ക് ദീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ ഈ മഹാകുംഭമേളയെ വിസ്മരിച്ചുവെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളെ കബളിപ്പിക്കുവാനും അതിന് ഒരു കച്ചവട താല്പര്യത്തിനും എടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ആധ്യാത്മികതയെ ഒരു കച്ചവട താല്പര്യത്തിൽ എടുത്തുകൊണ്ടാണ്, അവരുടെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അവർ ഭഗവാന്റെ എളിമയായ മക്കളായി തീർന്നുകൊണ്ട് യഥാർത്ഥ ഭഗവത് ഭക്തിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഭഗവാൻ അവരെ അങ്ങോട്ട് ആനയിക്കപ്പെടും. മനുഷ്യനാൽ സൃഷ്ടിച്ച ഭൂമിയിലെ സ്വർഗങ്ങൾ കണ്ടു നടക്കുകയല്ല അവർ. ഭഗവാൻ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന പാപങ്ങളെ മാറ്റി പുണ്യം തരുന്ന ആ അമൃത സ്നാനത്തിൽ പങ്കുകൊള്ളാൻ വെമ്പൽ കൊണ്ട് ഓടിയും പാഞ്ഞും കിതച്ചും നടന്നും അവിടെ എത്തും. അതാണ് യഥാർത്ഥ ശിവഭക്തൻ എന്ന് പറയുന്നത്. ഇത് മക്കളെ ഗുരു പറയുന്നത് നിങ്ങളെപ്പോലെ വീട്ടിലിരുന്ന് നാമം ജപിക്കുന്നവർക്കോ ഗുരുവിന്റെ പ്രഭാഷണം കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റാത്തവർക്കോ വേണ്ടിയല്ല. അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയല്ല. നിങ്ങൾ ജപിച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ സ്നാനം ചെയ്യുമ്പോൾ ഒരു സ്നാനം, ആ സ്നാനമെന്ന് സങ്കല്പിച്ചാൽ മതി. പക്ഷെ ഗുരു പറഞ്ഞ മറ്റു ചില ആൾക്കാരുണ്ട്. ഇവിടെ മഹാദേവന്റെ ആളാണ്, ശിവഭഗവാന്റെ തത്വങ്ങൾ പ്രചരിപ്പിച്ചു, എന്തോ ശിവഭഗവാന്റെ വചനങ്ങളെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നവരുണ്ട്. ശിവഭഗവാന്റെ ദീക്ഷ എടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ലോകപ്രവാചകന്മാരുണ്ട്, അങ്ങനെ പല ആൾക്കാരുമുണ്ട്. അവർക്ക് മഹാകുംഭമേള നടക്കുന്ന മഹാനഗരിയല്ല, മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് വന്ന് പുണ്യസ്നാനം ചെയ്യണമെന്നതല്ല അവർക്കൊക്കെ കിട്ടുന്ന കാശൊക്കെ കൊണ്ട് മനുഷ്യൻ ശ്രദ്ധിച്ച സ്വർഗങ്ങൾ സഞ്ചരിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഭഗവാൻ അവരെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് കാണിച്ചു തരുന്നൊരു കാഴ്ചയാണ്. നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സകല സന്യാസി വര്യമാരും വന്നിട്ട് ഒരു നേരം അവിടെ വന്ന് മുങ്ങി നിവർന്നു പോകുമ്പോൾ അതുപോലെ തന്നെ എത്തിപ്പെടേണ്ടവരാണ് ജ്യോതിഷികളും എത്തിപ്പെടേണ്ടതാണ്.
ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയും അതിൻ്റെ ചക്രമണം നോക്കിയും അതെല്ലാം നോക്കിക്കൊണ്ടും അവർ കവടി നിരത്തിക്കൊണ്ടും അവർ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് മഹാദേവന്റെ അനുഗ്രഹത്താലാണ് വരുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ശിവദീക്ഷ എടുത്തിട്ടുള്ള ഒരാൾ വന്ന് അവിടെ സ്നാനം ചെയ്തിരിക്കണം. അത് ഏത് യുഗത്തിലാണെങ്കിലും അത് സംഭവിച്ചിരിക്കണം. അതങ്ങനെയാണ് യഥാർത്ഥമായ ഭഗവാന്റെ ഭക്തൻ ചെയ്യേണ്ട ഒരു കാര്യം. ഭക്തനെന്നല്ല, ഭഗവാന് വേണ്ടി സംസാരിക്കുന്നവർ ഭഗവാന്റെ ശിഷ്യനും കൂടിയാണ്. അപ്പോൾ ഗുരു ഇത് പറയുന്നത് നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം ഇവിടെ വന്ന് സ്നാനം ചെയ്യുക എന്നുള്ളത് എല്ലാ മനുഷ്യനും പറ്റുന്ന കാര്യമല്ല. ഗുരു പറഞ്ഞു, അത്തരത്തിൽ പറയുന്നവർ വന്ന് ചെയ്യണം, എന്നാലും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എന്നാലും മക്കളെ, ഇവിടെ നിങ്ങൾ ഭാഗ്യമുള്ളവരെന്ന് ഗുരു പറയുവാൻ കാര്യം, ഇവിടെ നിങ്ങൾക്ക് നേരും നെറിയും തിരിച്ചറിയുവാനുള്ളൊരു ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് ഇവിടെ മുന്നിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി മുതലെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം. അതുപോലെ തന്നെ ഈ മഹാകുംഭമേളയുടെ സമയത്ത് വരുന്ന ശിവരാത്രിയും അതിൻ്റെ നോമ്പും മഹാത്മ്യത്തെയും അറിയാതിരിക്കുന്നവരും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. ഭഗവാന്റെ നാമത്തിൽ അവർ എന്ത് മായകൾ കാണിച്ചാലും, എന്ത് ഹിപ്നോട്ടിസം കാണിച്ചാലും, എന്ത് മെന്റലിസം കാണിച്ചാലും അതൊക്കെയും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം പ്രാർത്ഥനയിലേക്കും ജപത്തിലേക്കും ഭഗവാനിൻ്റെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നിങ്ങളെ അർപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനപ്പുറം മറ്റൊന്നുമില്ല, അതിനപ്പുറം വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ളവരെ നിങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയിൽ തന്നിരിക്കുന്നത് എത്ര പേർ എൻ്റെ നാമത്തിൽ ഇവിടെ പലതും പറഞ്ഞു നടക്കുന്നുവെങ്കിലും എത്ര പേർ എന്നിലേക്ക് വരുന്നുണ്ടെന്നറിയുന്നതിന് വേണ്ടിയാണ്. ഭഗവാന്റെ നാമത്തിൽ ജ്യോതിഷം ചെയ്യുന്നവരുമൊക്കെയും ഒരു വട്ടം വന്നു. എത്ര പേർ വന്നു? ചിലപ്പോൾ വന്നവരുണ്ടാകാം. എല്ലാവരെയും കുറിച്ചല്ല ഗുരു പറയുന്നത്. ഭാഷണം കേൾക്കുന്നവരെല്ലാവരും ജ്യോതിഷികളല്ല. എല്ലാവരും ശിവദീക്ഷ എടുത്തവരാണോ? അല്ല. എല്ലാവരും ഭഗവാന്റെ ശിഷ്യന്മാരാണോ? അല്ല. ഭഗവാന്റെ അരുളപ്പാടുള്ളവരാണോ? ഭഗവാന്റെ അംശമാണോ? അല്ല. അതവർ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അത് ഗുരു പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ആണോ? അല്ല. അത് ഭഗവാന്റെ കൃപയുള്ളവരാണെങ്കിൽ അവിടെ ഭഗവാൻ അവരെ ആനയിക്കും. അത് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ തിരിച്ചറിയുക, അത്തരം വ്യക്തികളെയും അത്തരം കാര്യങ്ങളെയും ഒക്കെയും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇത്രയും സംസാരിച്ചത് അത്രയും സങ്കടം കൊണ്ടാണ്. അതുപോലെ തന്നെ ഗുരു മറ്റൊരു കാര്യം പറഞ്ഞു, ഈ യുഗങ്ങൾ അതിൽ ഏറ്റവും അവസാനത്തെ യുഗമായ കലിയുഗം, കാലചക്രം കറങ്ങുമ്പോൾ വീണ്ടും ആദ്യ യുഗത്തിലേക്ക് പോകുന്നു. കലിയുഗത്തിന് തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട്. വിവിധ ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഈ കലിയുഗത്തിന്റെ ആദ്യം മുതൽ തന്നെ ദൈവിക ഭാവങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയും മെല്ലെ കുറഞ്ഞു വരുന്ന സമയം മുതൽ തന്നെ ആ കലിയുഗത്തിന്റെ ശക്തി കൂടി വരുന്നു എന്ന് ബുദ്ധിയുള്ളവർ കരുതണം എന്ന് ഭഗവാൻ എഴുതിയിരിക്കുന്നു. അഗസ്തീശ്വര താഴ്വരകളിൽ അഗസ്തീശ്വരന്റെ പ്രഭാവമില്ലാതായി എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അഗസ്തീശ്വര താഴ്വര എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ അഗസ്ത്യ മലയാണ്. അത് വെസ്റ്റേൺ ഘാട്സ് ഉൾപ്പെടുന്നതെല്ലാം അഗസ്ത്യ മലയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഭാഗം മുതൽ അഗസ്തീശ്വരന്റെ പ്രഭാവമില്ല എന്ന് പറഞ്ഞാൽ വിവിധതരം രോഗങ്ങൾ വന്നു കൂടുമെന്നാണ്. വിവിധതരം രോഗങ്ങൾ, അത് ഈ ഒരു വർഷത്തെ കാര്യമല്ല ഗുരു പറയുന്നത്, ഇനി മുതൽ അങ്ങോട്ട് അതിൻ്റെ നമ്മുടെ ഇടയ്ക്കൊക്കെ 1-2 രോഗാവസ്ഥകളിൽ കൂടി കടന്നുപോയി. അതുപോലെ ആ പ്രഭാവമില്ലാതാക്കുക എന്ന് പറയുമ്പോൾ വിവിധ അവസ്ഥകളിലേക്ക് രോഗാവസ്ഥകളൊക്കെ പ്രത്യക്ഷപ്പെടും. അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ജപം, മനസ്സ് ശുദ്ധമാക്കുക എന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ പലതും കാണുന്നു. കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, അച്ഛനും മകനും തമ്മിൽ പരസ്പരം ഘോരമായ യുദ്ധം ചെയ്യും. പച്ചവെള്ളം പോലും നമ്മൾ നല്ല തുക കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഇപ്പോഴുമുണ്ട്. ഇതിനേക്കാളും വലിയ സാഹചര്യങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റു വളരെ നമ്മൾ സങ്കടമുള്ള കാര്യങ്ങളാണ്. ഇത് കലിയുഗത്തിൽ സംഭവിക്കേണ്ടതാണ്. ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി.
അച്ഛൻ മകളെയും സഹോദരൻ സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അച്ഛനിൽ നിന്ന് മകളും സഹോദരനിൽ നിന്ന് സഹോദരിയും കുഞ്ഞിന് ജന്മം നൽകും. അത് ഗുരു പറയുവാൻ കാര്യം, നമ്മുടെ ഇത്രയേറെ സംസ്കാര സമ്പന്നമായി നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് അതിൻ്റെ ഒരു വാർത്ത കേൾക്കാനിടയായി. കുറച്ചു ഗുരു ഇവിടെ പ്രാർത്ഥനയിലേക്ക് ഇരിക്കുന്ന സമയം വളരെ സങ്കടത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചു, വരും തലമുറയ്ക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, വിശേഷ ബുദ്ധി കൊടുക്കട്ടെ എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് വ്യാപൃതമായി വരും. കാരണം ആ രീതിയിലേക്കുള്ള സംവിധാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനല്ലാതിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മക്കളെ പറഞ്ഞു തരുന്നത്, കുഞ്ഞുങ്ങൾ അവർ ഇപ്പോൾ പിറന്നു വീഴുമ്പോൾ കാണുന്ന ഈ ലോകം എങ്ങനെയാണോ അതാണ് അവരുടെ മനസ്സിൽ. മുമ്പെന്തായിരുന്നു എന്നുള്ളത് അവരറിയുന്നില്ല. എന്നാൽ ഒരു തലമുറ മുന്നേയൊക്കെ ആണെങ്കിൽ ഇത്തരം ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാരണം, അവർക്ക് മറ്റ് നേരം പോക്കുകളൊന്നും ഇല്ലാതിരുന്ന കാരണം, ഒന്നുമല്ലെങ്കിലും മുത്തശ്ശിമാരുടെയോ മുത്തശ്ശന്മാരുടെയോ അടുത്ത് വന്നിരുന്ന് കഥകൾ കേൾക്കാറുണ്ടായിരുന്നു. ആ കഥകൾ അവർക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകാറുണ്ടായിരുന്നു. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതും എങ്ങനെ സഞ്ചരിക്കണമെന്നുള്ളതും കുറേ കാര്യങ്ങൾ. ഇന്നതില്ല. ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു സംഭവം തന്നെ കലിക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയൊരു പ്രധാന വീതിയായി മാറിയിരിക്കുന്നു. അത് ഒരു മൊബൈൽ ഫോണാണ്, ഒന്നല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അത് ലാപ്ടോപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീട് തന്നെയായിരിക്കണം നമ്മുടെ ആശ്രമം എന്നത് എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കണം. ആ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുട്ടിയെ പറഞ്ഞും മനസ്സിലാക്കിയും പുറത്തേക്ക് വിടുന്നു, ആ കുട്ടി അങ്ങനെ തന്നെയായിരിക്കും തിരിച്ചു വരുന്നത്. അതല്ല, ആ കുട്ടിയുടെ തന്നിഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വിടുകയാണെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങളുടെ വീട് ഒരിക്കലും ഒരു ആശ്രമമായിരിക്കില്ല, അതൊരു അറിവ് കൊടുക്കുന്ന ഒരു സ്ഥലമായിരിക്കില്ല. അവർ പോകുന്ന വഴിയും കാണുന്നവരിലും എല്ലായിടത്തു നിന്നും പലതും അവരുടെ തലച്ചോറിലേക്ക് ആവാഹിച്ച് കയറ്റിക്കൊണ്ട് അവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് അവർ തെറ്റുകളിൽ കൂടി തന്നെ സഞ്ചരിക്കുന്നു. എന്നാൽ പ്രഥമമായ പാഠം, ഒരടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് തന്നെയായിരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മാതാവും പിതാവും കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സശ്രദ്ധം പറഞ്ഞു കൊടുക്കുകയും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്നും വ്യക്തമായി തന്നെ ഒരു പ്രായപൂർത്തിയായ കുഞ്ഞുമകളുടെ മുഖത്ത് നോക്കിയിട്ട്, ഒരു പ്രായപൂർത്തിയായ മകൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ്റെ ആ രീതിയിൽ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കും, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ഉപദേശിച്ചു, അത് ആണ് ഞാനിപ്പോൾ കാണുന്നത്, അതിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കണം, മാറി നടക്കണമെന്ന് അവനൊരു ബോധമുണ്ടാകും. ഇതൊന്നും ആരും തന്നെ ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവനൊന്നും അറിയില്ല. അവൻ കാണുന്നതാണ് ലോകമെന്ന് ചിന്തിച്ച് നടക്കും. ഇതൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക. എപ്പോഴും വളരെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഗുരുവിനറിയാം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മറ്റു പല ആൾക്കാരുമാണ്, അതും ഗുരുവിനറിയാം. എന്നിരുന്നാൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു അമ്മ പറഞ്ഞു, ആ അമ്മയുടെ മകളെ പഠിപ്പിക്കുന്ന മറ്റു ഒരു നിർവാഹമില്ലാതിരുന്നപ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് പഠിപ്പിക്കുവാൻ തയ്യാറായി വന്നത്. അതിനുശേഷം ആ കുട്ടിക്ക് വേണ്ട പഠനോപകരണങ്ങളൊക്കെയും കൊടുത്തത് ആ അമ്മയുടെ അനിയത്തിയായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ കുട്ടി ഈ ന്യൂജൻ കുട്ടിയായത് കാരണം ഇങ്ങനെ ഒരു അവസ്ഥ അംഗീകരിക്കുവാൻ, അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. എന്താ കുട്ടിക്ക് അങ്ങനെ അറിയില്ല ഗുരുവിന് എന്താന്ന്. അവർക്ക് സ്നേഹത്തോടു കൂടി ആ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ആ കുട്ടി പോകുന്നു, പഠിക്കുന്നു. അതിൻ്റെയൊക്കെ അവധി ദിവസമാകുമ്പോൾ തിരിച്ചു വരുന്നു. കാരണം ഇത്തരം ഒരു സാഹചര്യം കിട്ടിയെങ്കിൽ, എൻ്റെ മകൾക്ക് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അനവധി കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഗുരു പറയുന്ന പോലത്തെ കുഞ്ഞുങ്ങളുമുണ്ട്. ഇപ്പം അഹങ്കാരം മനസ്സിലുള്ള തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞ വിവരം ഈ നേരത്തെ ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല, ആ സഹായിക്കുന്ന വ്യക്തി അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തമാശയ്ക്ക് പറഞ്ഞു, വന്നായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു.
ഇത് മക്കളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ വന്ന കാര്യം എന്റെ നിന്ന് വിളിച്ച് പറയുക എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി അവിടെ വീട്ടിൽ മൊത്തം പ്രശ്നമുണ്ടായി. എന്നെ കൊണ്ട് വിളിച്ചറിയിക്കാൻ പറ്റില്ല, ഞാൻ ആരാണ്, അവരുടെ അടിമയാണോ? അങ്ങനെയാണ് അമ്മ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഇവിടെ അത്തരത്തിലൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടി വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്തു. അവരിൽ നിന്ന് വാങ്ങിയ പണം അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേക്ക്, എനിക്കാരുടെയും പണമൊന്നും വേണ്ട. നോക്കൂ, ഒരാൾ സഹായിക്കുന്നത് ഭഗവാന്റെ സഹായമല്ലേ? അല്ലാതെ അവർക്ക് സഹായിക്കുവാൻ തലയിലെഴുത്തുണ്ടോ മറ്റൊരാളെ സഹായിക്കുവാൻ? ഇല്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് സഹായിക്കുവാൻ എന്താ, സഹായിച്ചില്ലെങ്കിൽ എന്താ അവർക്ക് ഇതൊന്ന് കേൾക്കേണ്ടി വരുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ കുട്ടി സംസാരിക്കേണ്ടത്? എപ്പോഴും നമ്മെ സഹായിക്കുവാൻ ഒരാൾ ഉണ്ടെങ്കിൽ അവരോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണ്ടേ? ആ കുട്ടിയെ ഈ പറയുന്ന ആൾക്കാർ സഹായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുക? അത് ഭഗവാൻ കൊണ്ടുവന്നതല്ലേ, ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്. അപ്പോൾ അവർ തന്ന സഹായം 10,000 രൂപയാണെങ്കിലും അതുകൊണ്ട് അവരുടെ മുഖത്തേക്ക് കൊടുക്കൂ എന്ന് വലിച്ചെറിയും, എനിക്ക് വേണ്ട ഞാനെന്ന് പറയുമ്പോൾ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ വളരുന്നത്. കാരണം അവർക്ക് ആരുടെയും മുന്നിൽ, അവരെ സഹായിക്കുന്നവരുടെ മുന്നിൽ പോലും അവർക്ക് പുച്ഛമാണ്. അവർ മറ്റെന്തോ ഒക്കെയാണ് എന്നുള്ളൊരു ഭാവമാണ്. അതൊക്കെ മാറ്റണം. എളിമയോടുകൂടി വളരുക. എളിമയോടുകൂടി വളർന്നാൽ മാത്രമേ ഭഗവാൻ ഉന്നതങ്ങളിൽ എത്തിക്കൂ. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഉന്നതി എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. നമ്മെ സഹായിക്കുന്നവരെ തിരിച്ചറിയണം. ഏതൊരവസ്ഥയിലും നമ്മെ സഹായിക്കുന്നവർ ഈ ഒരു വിദ്യാഭ്യാസ ഘട്ടം പൂർത്തിയാക്കി നല്ലൊരു ഉന്നതമായൊരു, അല്ലെങ്കിൽ അതിൻ്റെതായ ആ പഠിച്ചതിൻ്റെ ഫലമായൊരു ജോലിയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന് ശമ്പളം കിട്ടുന്നു, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നു. ഈ വഴി ആരാ ഒരുക്കിയത്? ഈ പണം തിരിച്ചു കൊടുക്കണമെന്ന് അവർ പറഞ്ഞു? ഇല്ല, അവർ സഹായിച്ചതല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവിടെ, ഗുരുവിനെ നല്ലപോലെ അറിയാം. അവരോടൊക്കെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഇത് കേൾക്കുന്ന പലർക്കും അത്തരത്തിലൊരു അനുഭവം ഉണ്ടെന്നറിയാം. നിങ്ങളെല്ലാവരും അങ്ങനെ അവരോട് നന്ദിയുള്ളവരായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. ഒരു നേരത്തെ ആഹാരം തരുന്നവരോട് മാത്രമല്ല നന്ദി കാണിക്കേണ്ടത്, ഒരു നല്ല വാക്ക് പറയുന്നവരോടും ഒരു നല്ല ചിന്ത നമുക്ക് തരുന്നവരോട് എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക. ഈ ഗുരു പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലല്പമെങ്കിലും നിങ്ങൾക്കത് നന്നായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനോട് നന്ദി പറയുക. കാരണം അത് ഭഗവാൻ തരുന്നതാണ്. ഭഗവാനോട് മാത്രം നന്ദി പറയുക. എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ ഗുരുവിനല്ല തരേണ്ടത്, ഭഗവാന് കൊടുക്കുക. എങ്ങനെയാ ഭഗവാന് കൊടുക്കുക? എങ്ങനെയാ ഭഗവാന് കൊടുക്കേണ്ട പറയൂ. ഒരു നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു നിവൃത്തിയില്ലാത്തൊരു മനുഷ്യനെ, അത് നിവൃത്തിയില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ ഒരു കൊടുക്കുക, അയാൾക്ക് കൊടുക്കുക. എന്താ കൊടുക്കേണ്ട? പണം കൊടുക്കണമെന്നാണോ ഗുരു പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട, ഒരു ആശ്വാസം കൊടുക്കുക, ഒരു സമാധാനം കൊടുക്കുക. സമാധാനമാണ് ഏറ്റവും വലുത്. അല്പകാലമല്ലേ ഉള്ളൂ ഇവിടെ ആയുസ്. അപ്പോൾ അതിൽ ഒരു സമാധാനം വേണ്ടേ? ആ സമാധാനമാണ് ഓരോ മനുഷ്യനും ഇവിടെ ആവശ്യം. അത് നമ്മെ കൊണ്ട് കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതിൽ പരം പുണ്യം വേറെയുണ്ടോ? അതിൽ പരം പുണ്യകർമ്മം വേറെയുണ്ടോ? അപ്പോൾ അതാ ഗുരു പറയുന്ന ഭഗവാന് കൊടുക്കേണ്ടത് അങ്ങനെയാണ്. ഭഗവാന് കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കുക, മറ്റൊരാൾക്ക് സൽചിന്ത കൊടുക്കുക, മറ്റൊരാൾക്ക് നല്ല ഉപദേശം കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരും പ്രഭാഷണങ്ങളിൽ കൂടി പറയാം. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ. ഭഗവാനേ